പ്രിന്റ് ഫംഗ്ഷനെ പറ്റിയാണ് ഈ ഒരു സെക്ഷനകത്ത് പറയാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഇൻട്രൊഡക്ഷനും എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാം. സോ നമുക്ക് വീഡിയോ സെക്ഷനിലേക്ക് പോകാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് പ്രിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാ സെക്ഷനകത്തും നമ്മളെല്ലാ പ്രോഗ്രാമിനകത്തും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രിന്റ് ഫംഗ്ഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇനിയുള്ള സെക്ഷനുകളെല്ലാം നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന വരുന്നുണ്ട്. സോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നെയിമാണ് പ്രിന്റ് എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി മീൻ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഇൻപുട്ടിനെ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടിനെ നമുക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് മോണിറ്റർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ കാണേണ്ടത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണുന്നു. ഇപ്പോൾ എയുടെ വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്നു, ആ ഒരു വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യണം. അല്ലെങ്കിൽ എയ്ക്കും ബിക്കും ഒരു വാല്യൂ കൊടുത്തിരിക്കുന്നു, 1 2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിരിക്കുന്നു. ദെൻ എ പ്ലസ് ബി കൊടുത്ത് കഴിയുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നമുക്ക് കാണണം. സോ അങ്ങനെ കാണാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന വാല്യൂവിനെ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഫംഗ്ഷൻ നെയിമാണ് പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സിക്കും സി പ്ലസിനും ജാവയ്ക്കും എല്ലാത്തിനും ഓരോ ഫംഗ്ഷൻസ് ഉണ്ട്. പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രിന്റ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ആയിരിക്കും അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പൈത്തണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റ് അല്ല, പ്രിന്റ് ഫംഗ്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഏറ്റവും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ നെയിം പ്രിന്റ് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനകത്തും അത് തന്നെയാണ് പ്രിന്റ് ഫംഗ്ഷൻ മീൻ ചെയ്യുന്നത്. അപ്പോൾ പ്രിന്റ് ഫംഗ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നെയിമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പ്രിന്റ് ദെൻ ബ്രാക്കറ്റിൽ ഒന്നെങ്കിൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇടുക, അതാണ് ഫംഗ്ഷൻ നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ രീതിയിലാണ് നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ എഴുതുന്നത്. സോ അപ്പോൾ 3.x നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന 3.x വേർഷൻ, അതായത് 3.10 മുതലുള്ള വേർഷൻസ് എല്ലാം നമ്മൾ ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 3.2x വേർഷൻസ് ഒക്കെ, അതായത് 3.x വേർഷന് താഴെ, എക്സ് മീൻസ് ചെയ്യുന്നത് 1.0 2.0 3. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് 3.11 വേർഷനാണ് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സോ 3.2 വേർഷനിലൊക്കെ പ്രിന്റിങ് ഫംഗ്ഷൻ ആയിട്ടായിരുന്നില്ല, സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രിന്റ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് പ്രിന്റ് എന്ന് എഴുതിയിട്ട് പ്രിന്റ് എന്ന് എഴുതുക. ദെൻ ബ്രാക്കറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ 2 സെമിക്കോളൻ ഇടുന്നു. ദെൻ ഹലോ വേൾഡ് ആണെങ്കിൽ ഹലോ വേൾഡ് എന്ന് ദെൻ ബ്രാക്കറ്റിൽ സെമിക്കോളൻ ഇട്ടിട്ടായിരുന്നു, ബ്രാക്കറ്റ് അവിടെ യൂസ് ചെയ്യുന്നില്ല. ആ രീതിയിലായിരുന്നു 2.x വേർഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 3 വേർഷൻ വന്നപ്പോൾ അവിടെ ഫംഗ്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ വരുന്ന സമയത്ത് പ്രിന്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ 3 ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം ഈ ഒരു ഫംഗ്ഷൻ നെയിമിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പ്രിന്റിൻ്റെ ഉള്ളിൽ 2 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത്. അത് ഡബിൾ കോട്ടിനകത്ത് കൊടുക്കാം, സിമ്പിൾ കോട്ടിനകത്ത് കൊടുക്കാം. ആ രീതിയിലാണ് നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ന്യൂ ലൈനായിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് നമുക്ക് അടുത്ത ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം ഒന്ന് എഴുതി നോക്കാം. അതായത് പ്രിന്റ് ദെൻ 2 ബ്രാക്കറ്റ് ഇടുന്നു, ദെൻ അതിൻ്റെ താഴെ വീണ്ടും പ്രിന്റ് ഫംഗ്ഷൻ കൊടുക്കുന്നു. ദെൻ ഇതിൻ്റെ താഴെ പ്രിന്റ്, ഇതിൻ്റെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഹായ് എന്ന് എഴുതുന്നു. ദെൻ ഡബിൾ കോട്ടിനകത്ത് ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഔട്ട്പുട്ടിൽ ഇവിടെ കൺസോളിലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. സോ കൺസോളിൽ വരുന്ന ആദ്യം ഒരു ബ്ലാങ്ക് ലൈൻ വരും, ദെൻ അടിയിൽ വീണ്ടും ഒരു ബ്ലാങ്ക് ലൈൻ വരും. അതിന് താഴെയായിരിക്കും നമ്മൾ കൊടുത്ത ഹായ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓരോ പ്രിന്റ് ഫംഗ്ഷനും ഓരോ ബ്ലാങ്ക് ലൈൻ ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ കാണുന്ന പോലെ ഓരോ ബ്ലാങ്ക് ലൈൻ ആയിട്ടായിരിക്കും ഓരോ ഫംഗ്ഷനകത്തും വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് അവിടെ പ്രിന്റ് ആയിട്ട് വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ LN യൂസ് ചെയ്യുകയും ചെയ്യാം. LN യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ലൈനായിട്ട് പ്രിന്റ് ചെയ്ത് വരുന്ന രീതിയിലും ചെയ്യാം. പിന്നെ ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ അടുത്തത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് സൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് കൊടുക്കാം. ഇപ്പോൾ എന്തെങ്കിലും വേരിയബിൾ നെയിം കൊടുത്ത് നമുക്കൊരു ടെക്സ്റ്റും കൂടി പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്ലസ് സൈൻ വേണമെങ്കിൽ കൊടുത്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് പൈചാമിൽ ഒന്ന് എടുത്തു നോക്കാം. ഞാൻ നേരത്തെ ചെയ്ത പ്രോഗ്രാം, ഇപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രൊജക്റ്റിൻ്റെ അവിടെ ജസ്റ്റ് ഈ ടെസ്റ്റ് എന്നാണ് ഞാൻ നെയിം കൊടുത്തത്, ഫയലിന് നെയിം കൊടുത്തത്. ദെൻ അവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണമെങ്കിൽ പ്രിന്റ് ഫംഗ്ഷനോ അതിന് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ആയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പുതിയ ഒരു പ്രിന്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിം മെത്തേഡ് തന്നെ. ഇപ്പോൾ ജസ്റ്റ് ഒരു പ്രിന്റ് ഫംഗ്ഷൻ മാത്രം കൊടുത്ത് എന്നിട്ട് എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർ അടിക്കുക. ദെൻ പ്രിന്റ് ഫംഗ്ഷൻ വീണ്ടും എൻ്റർ അടിച്ചു. ദെൻ അതിൻ്റെ താഴെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക്
ഹായ് എന്ന് മെസ്സേജ് കൊടുത്തിട്ട് ജസ്റ്റ് റൺ ചെയ്യണമെങ്കിൽ ഇപ്പോൾ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ കൊടുത്ത നെയിമാണ് പ്രിൻ്റ് ആയിട്ട് വരുന്നത്. അതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ലൈൻ പ്രോഗ്രാമാണ് പ്രിൻ്റ് റൺ ചെയ്തത്. അപ്പോൾ നമുക്ക് രണ്ടാമത് വീണ്ടും ഒരു പുതിയ പൈത്തണിൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയൊരു പൈത്തണിൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ടൈം നമുക്കത് റൺ ചെയ്യാൻ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ ഇവിടെ കാണത്തില്ല പൈത്തണിൻ്റെ ഫയൽ ഏതാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം റൺ ചെയ്യുന്ന സമയത്ത് മാത്രം ഇവിടെ നമുക്ക് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫയൽ അവിടെ റൺ ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്ലാങ്ക് ലൈൻ വന്നിട്ടുണ്ട്, ദെൻ വീണ്ടും ഒരു ബ്ലാങ്ക് ലൈൻ, ദെൻ അതിന് താഴെയായിട്ടാണ് ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് പഴയ മെയിൻ ആ ഒരു ഫയൽ നമുക്ക് റൺ ചെയ്ത് നോക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നമുക്ക് സ്വിച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുക, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റൺ കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ സ്വിച്ച് ചെയ്യുക, ഏത് പ്രോഗ്രാം ഫയലാണോ റൺ ചെയ്യേണ്ടത് അത് എടുക്കുക, ദെൻ ഇവിടെ റൺ ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് പ്രിൻറ്റ് ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ 2.x വെർഷനകത്ത് നമ്മൾ പ്രിൻറ്റ് ഈ ബ്രാക്കറ്റ് ഉണ്ടായിരുന്നില്ല, ഫംഗ്ഷൻ ആയിട്ടായിരുന്നില്ല, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് രണ്ട് ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് 3.x വെർഷനകത്ത് വർക്കിംഗ് അല്ല. അപ്പോൾ ഇവിടെ നോക്കേണ്ടി സിൻടാക്സ് എറർ എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സിൻടാക്സ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതായത് ഈ ഒരു പ്രോഗ്രാം സ്ട്രക്ചറിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് അതിൻ്റെ സ്ട്രക്ചറിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇത് പ്രിൻറ്റ് നമ്മൾ ഇതുപോലെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ല കൊടുക്കേണ്ടത്, ഫംഗ്ഷൻ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള എററുകളാണ് സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ലോജിക്കലി വർക്ക് ചെയ്യാത്ത എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഓരോ പ്രോഗ്രാമിനും ഓരോ എഴുതേണ്ട ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിന് വിപരീതമായിട്ടാണ് എന്തോ നടന്നിട്ടിരിക്കുന്നത്. അതെവിടെയാണ് നടന്നതെന്ന് അറിയണമെങ്കിൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈൻ 4 എന്ന് കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും മേളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫയലിൻ്റെ പാത്ത് ഇവിടെ കാണാൻ പറ്റും. ലൈൻ 4ലാണ് എറർ വന്നിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 4 ലൈനിൽ മൗസ് വരും. അപ്പോൾ ഏത് ലൈനിലാണ് നമുക്ക് എറർ ഉള്ളതെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സിൻടാക്സ് എററാണ് മിസ്സിംഗ് പാരാമീറ്റേഴ്സ് ഇൻ കോൾ ടു പ്രിൻറ്റ്. അതായത് പ്രിൻറ്റ് ഫംഗ്ഷനിൽ ഒരു പാരാന്തസിസ് മിസ്സിംഗ് ആണെന്നുള്ളതാണ്. അതായത് അതിനകത്ത് നമ്മൾ ഫംഗ്ഷൻ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ വർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു സെമിക്കോളൻ ഇടാൻ അല്ല, ഒരു ഡബിൾ കോട്ട് ഇടാൻ മറന്നുപോയി. അപ്പോൾ എന്നിട്ട് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സിൻടാക്സ് എറർ വരും. അതായത് EDL വൈൽ സ്കാനിങ് സ്ട്രിംഗ് ലിറ്ററേസി, ഇതുപോലെ തന്നെ സിൻടാക്സ് എററാണ്. സോ അത് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം എറർ തന്നെ. അപ്പോൾ ഒന്നെങ്കിൽ ഇപ്പോൾ ഡബിൾ കോട്ട് ഇട്ടുകൊണ്ട് തന്നെ ഡബിൾ കോട്ടാണ് നമ്മൾ കൊടുക്കണം. ഡബിൾ കോട്ടിന് വരും നമുക്ക് വേണമെങ്കിൽ സിംഗിൾ കോട്ടും കൊടുത്തിട്ട് ചെയ്യാം. സിംഗിൾ കോട്ട് കൊടുത്തിട്ട് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഡബിൾ കോട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ കോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് പ്രിൻറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങളും ഔട്ട്പുട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഈ ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്, പ്രിൻറ്റിൻ്റെ ഫംഗ്ഷൻ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്.